നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒടുവില് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശി പറഞ്ഞു, അതെ ആദർശ് ഇപ്പോഴും ആ നാഗേന്ദ്രന്റെ പിന്നാലെയാന്ന് തോന്നുന്നത്. അതെന്താടോ താൻ അങ്ങനെ പറഞ്ഞത്? അല്ല, നാഗേന്ദ്രനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ആ ശങ്കരന് കാരണം സഹിതം വ്യക്തമാക്കിയതില്ലേ അവനോട്? അതെ, പക്ഷേങ്കില് അവൻ എന്തൊക്കെയോ സംശയമുണ്ട്. കമ്പനിയിൽ നിന്ന് പുറത്താക്കിയത് ഓക്കെ, പക്ഷെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടെന്ന് തന്നെയാ അവൻ വിചാരിക്കുന്നത്. അത് അവൻ അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. അതുകൊണ്ട് അവൻ ഓരോന്നോരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു. ഓണസെയിൽ നടക്കാനായിട്ട് പോവുക. ആ സമയത്ത് അവൻ വേണ്ടാത്ത ചിന്തകളൊക്കെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനി അങ്ങോട്ട് വന്നു. ദേ അടുത്തവൻ വരുന്നുണ്ട്. അനി വന്നിട്ട് പറഞ്ഞു, മുത്തശ്ശ നാളെ കോടതി ഡിവോഴ്സ് കേസ് നടക്കുവാണല്ലോ. എടാ, അത് പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ, നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? മുത്തശ്ശനൊരു കാര്യം ചെയ്യാം, ആ നരസിംഹ വക്കീലിനെ ഒന്ന് വിളിക്കണം. എന്തിനാടാ ഞാൻ നരസിംഹ വക്കീലിനെ വിളിക്കണേ? അതിന്റെ ആവശ്യം എന്താ? അല്ല, നവീനയുടെ ഒന്ന് റെക്കമെൻഡ് ചെയ്യിക്കാൻ വേണ്ടിട്ട്. എടാ, ഇതിനേക്കാളും വലിയ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞപ്പം നവീൻ നമ്മളെ രക്ഷിച്ചല്ലേ, പിന്നെ എന്തിനാ ഞാൻ നരസിംഹ വക്കീലിനോട് നരസിംഹനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അത് പിന്നെ അങ്ങനെയല്ല മുത്തശ്ശൻ അറിയാലോ, നന്ദുവിന്റെ നവീന്റെയും കൂടെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കല്ലേ എല്ലാരും കൂടെ ചേർന്നിട്ട്. അങ്ങനെ ഒരു സാഹചര്യത്തില് ഒരു പക്ഷേങ്കിൽ അവൻ എനിക്ക് ഡിവോഴ്സ് തരാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലോ? ഓ, നിനക്ക് അങ്ങനെ ഒരു പേടിയുണ്ടോ? എടാ, ഈ കാര്യം പറഞ്ഞ് ഞാൻ നരസിംഹനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്താ വിചാരിക്കുക? അയാളുടെ കൊച്ചുമാന് വിശ്വാസം ഇല്ലാത്തോണ്ടാന്നല്ലേ? അങ്ങനെ ഒന്നുമില്ല മുത്തശ്ശനൊന്ന് വിളിച്ചെന്ന് പറയണം, ഒന്ന് ഓർപ്പിക്കണം, അത്രേ ഉള്ളൂ. ശരി, ഞാനിപ്പോ വിളിച്ചേക്കാം. അതും പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും മുത്തശ്ശൻ ചോദിച്ചു, അല്ല നിന്റെ തീരുമാനം എന്താ? ഡിവോഴ്സിന് ശേഷം അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ മനസ്സിൽ നന്ദുണ്ട്, അതിനൊരു വ്യത്യാസം വരാൻ പോകുന്നില്ല. അതും പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോകുമ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, കണ്ടില്ലേ അവൻ പറഞ്ഞിട്ട് പോയത്, അവന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാ. ഇനിയിപ്പൊ നമ്മൾ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ അത് മാറാൻ പോകുന്നില്ല. ഡിവോഴ്സ് കഴിഞ്ഞാൽ അവന്തികമായിട്ടുള്ള വിവാഹം നടക്കുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. പിന്നൊരു കാര്യം, നവീനും നന്ദുവും തമ്മിലുള്ള ആലോചന, അതിനെ എനിക്ക് എതിർക്കാനും പറ്റില്ല. നവീന് പല സാഹചര്യങ്ങളിൽ ഈ കുടുംബത്തെ രക്ഷിച്ചിട്ടുള്ള. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലാത്ത. എന്താണെന്ന് നരസിംഹനെ ഒന്ന് വിളിക്കാം. അനിയുടെ കാര്യം ഓർക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. അല്ല, അന്ന് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഗോവിന്ദന്റെയും കനകടുത്ത് കുറച്ചും കൂടെ പ്രഷർ ചെലുത്താറുന്നല്ലേ? മുത്തശ്ശി ചോദിച്ചു, അതെന്താ അങ്ങനെ? അല്ല, അങ്ങനെയായിരുന്നു ചിലപ്പോ അവര് സമ്മതിച്ചെങ്കിലോ? അങ്ങനെ സമ്മതിക്കുന്നൊന്നും എനിക്ക് തോന്നില്ല. അങ്ങനെ സമ്മതിക്കാനായിരുന്നെങ്കിൽ അവർ നേരത്തെ തന്നെ സമ്മതിച്ചാണല്ലോ. അവർക്ക് ഇതിനൊട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. ഇനിയിപ്പൊ എന്താന്ന് വെച്ചാൽ വരുന്ന പോലെ വരട്ടെ, അല്ലാതെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ ചെയ്തല്ലോ എന്നൊക്കെ മുത്തശ്ശിയും പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ നവീന്റെ അടുത്തേക്ക് നരസിംഹ വക്കീൽ വന്നു. നീ കേസിനെ കുറിച്ച് പഠിക്കുമായിരുന്നോടാ മോനെന്ന് ചോദിച്ചു. അതെ മുത്തശ്ശ. എന്താ? മൂർത്തി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മൂർത്തി സാറ് വിളിച്ചായിരുന്നോന്ന് ചോദിച്ചു. അതെ, വിളിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയില് ഇങ്ങനെ വിളിക്കുന്ന കുടുംബവിശേഷങ്ങളൊക്കെ തിരക്കാൻ വേണ്ടിയിട്ടാ, പക്ഷെ ആദ്യമായിട്ടാണ് കേസിന്റെ കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ഇങ്ങനെ വിളിക്കണത്. ഓ, റെക്കമെൻഡ് ചെയ്യിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലേ? അതെ. എന്താടാ, എന്തു പറ്റിയെന്ന് അറിയത്തില്ലല്ലോ. അത് പിന്നെ മുത്തശ്ശ, എനിക്ക് എന്നെ ഒരു സംശയമുണ്ട്, അതുകൊണ്ടായിരിക്കും. എന്താടാ നിന്നെ സംശയം വരാൻ കാരണം? അത് പിന്നെ എടാ, നിങ്ങൾ തമ്മിൽ ഇനി ഫ്രണ്ട്ഷിപ്പിൽ എന്തെങ്കിലും വിള്ളല് വേണോ? നിന്റെ ഫ്രണ്ട് അല്ലായിരുന്നു അവന്. അങ്ങനെ വിള്ളലൊന്നും വീണിട്ടില്ല, പിന്നെ എന്തിനാ അവൻ നിന്നെ സംശയിക്കുന്നേ? അത് പിന്നെ മുത്തശ്ശ, ചിലപ്പോ ഇനി ആ അനാമികയും വേണുമൊക്കെ നിന്നെ കാണാൻ വന്ന കാര്യങ്ങളൊക്കെ അവൻ അറിഞ്ഞു കാണുമല്ലേ, അതുകൊണ്ടായിരിക്കുമല്ലേ? അതൊക്കെ തന്നെയാന്ന് തോന്നുന്നേ. എടാ മോനെ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ കരുത്ത് കാണിക്കണം. നാളെ കോടതിയിൽ ഉറപ്പായിട്ടും എനിക്ക് ഡിവോഴ്സ് കിട്ടണം എന്ന് പറഞ്ഞു. മുത്തശ്ശ, അതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ കുത്തിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എതിർഭാഗത്തുള്ളത് അവർക്ക് ആ പൈസ ഇല്ലാഞ്ഞിട്ട് പോലും അനാമികയും വേണുമൊക്കെ വെച്ചിരിക്കുന്ന ആരെയെന്നറിയാവോ? ജോർജ് വക്കീലിനെയാണ്. അപ്പൊ സംഭവം ഒന്ന് കൊഴുക്കൂലോ? അതെ. പിന്നെ ഈ അനാമികയ്ക്കും വേണുവിനും ഒക്കെ 1 രൂപ പോലും കോമ്പൻസേഷൻ തുക എടുക്കാതെ ഡിവോഴ്സ് വാങ്ങിയെടുക്കണം. അതാണ് ഇത്തിരി ടാസ്ക് ഉള്ള കാര്യമേ. എടാ, നിന്നെ കൊണ്ട് പറ്റുമെന്ന് എന്റെ വിചാരം. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, ഉറപ്പായിട്ടും പറ്റും. അതെ മുത്തശ്ശ, ഒരു കാര്യം ചെയ്യാം, കേസൊക്കെ പഠിച്ചതിന് ശേഷം നീ എന്റെ അടുത്തേക്ക് വാ, നമുക്ക് 1 മണിക്കൂർ നിന്ന് സംസാരിക്കാം. ചിലപ്പോ എന്തേലും പഴുതുകളൊക്കെ കിട്ടിയാലോ എന്ന് ചോദിച്ചു. ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നരസിംഹ വക്കീൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോ നവീൻ മനസ്സിൽ കരുതി, എനിക്ക് ഇപ്പോഴും തന്നെ വിശ്വാസം വന്നിട്ടില്ല. അനിയുടെ മനസ്സിലൊരു ഭയമാണ്, എങ്ങാനും താന് കേസ് തോൽപ്പിക്കോ എന്നൊരു ഭയം അവനെ പിന്തുടർന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. പിന്നീട്
വേണുവും രേവതി അനാമയും കൂടെ സംസാരിക്കുകയാണ്. വേണു പറഞ്ഞു, അതെ മോളെ, നാളെ കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ക്ഷേത്രത്തിലൊന്ന് പോകണം. ക്ഷേത്രത്തിലൊന്ന് പോയി ഭഗവാനോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം പോവാനായിട്ട്. രേവതി പറഞ്ഞു, അത് ശരിയാ, ഒരു നല്ല കാര്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമല്ലേ, അപ്പൊ പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി. അല്ലച്ചാ, എന്താണെങ്കിലും 2-3 കോടി കിട്ടുമായിരിക്കുമല്ലേ? കിട്ടും, കിട്ടാതിരിക്കില്ല. അവർക്ക് കോമ്പൻസേഷൻ തരാതിരിക്കാൻ പറ്റില്ല. എങ്കിൽ മാത്രമേ നമ്മൾ ഡിവോഴ്സ് കൊടുക്കുള്ളൂ. അങ്ങനെയാണ് അച്ഛാ, എന്റെ കാര്യം ഒന്ന് പരിഗണിച്ചേക്കണം. എനിക്കൊരു 19 ലക്ഷം രൂപ തരുവാണെങ്കിൽ ഞാൻ സ്റ്റെബിനും കൂടെ ഞങ്ങൾ UK പോയിക്കോളാം. അത് കേട്ടപ്പോ വേണു പറഞ്ഞു, അതൊക്കെ നമുക്ക് ആലോചിക്കുന്ന കാര്യമാണ് മോളെ. എന്താണെങ്കിലും നാളെ പൈസ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലെ തന്നെ ഇരിക്കണേന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും നാളത്തെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായാൽ മതിയായിരുന്നു. നന്ദുവിന്റെ കാര്യത്തിൽ നവീനും അനിയും കൂടെ തമ്മിൽ അടി വെച്ചാൽ മതിയായിരുന്നു. അങ്ങനെ അടി വെക്കണ കാര്യങ്ങളൊക്കെ ഒന്ന് കൊഴുക്കും. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് നവീന്റെ കോൾ വരുന്നത്. ഇതേ ആ നവീൻ വക്കീലിന്റെ കോളാണല്ലോ. അങ്ങനെ വേണു എടുത്തു. എന്താ വക്കീലെ ഈ സമയത്ത്? അതെ, നിങ്ങൾക്ക് ഇനി സമയമുണ്ട് കേസിൽ നിന്ന് പിന്മാറാനായിട്ട്. പിന്മാറാനായിട്ടോ? എന്താ, അവർ ഞങ്ങൾക്ക് പൈസ തരുമോന്ന് ചോദിച്ചു. പൈസയൊന്നും തരത്തൊന്നുമില്ല, വെറുതെ വക്കീൽ ഫീസ് കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ പറഞ്ഞേ. ആ ജോർജ് വക്കീലിനെ, എന്റെ വക്കീലെ, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്താന്ന് വെച്ചാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടാതെ ഞങ്ങൾ പിന്മാറുന്ന പ്രശ്നമില്ല. ഡിവോഴ്സ് അവന് കിട്ടാനും പോകുന്നില്ല. ഇത് പറയാനാണ് ആ പാതിരാത്രി സമയത്ത് വക്കീൽ വിളിച്ചേ. ഞാൻ പറയാനുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞു. ഇന്ന് നിങ്ങളുടെ ഇഷ്ടം. വക്കീൽ ഇത്രയും വലിയ ഉപകാരമൊന്നും ചെയ്തു തരണ്ട, എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. അതും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. ആ നവീൻ വക്കീൽ പറയുന്നേ നമ്മൾ കേസിൽ നിന്ന് പിന്മാറണമെന്ന്. രേവതി പറഞ്ഞു, ഇനിയിപ്പം അയാൾ നമ്മുടെ മോൾക്ക് ഭ്രാന്തുണ്ടെന്നൊക്കെ കോടതിയെ വിളിച്ചു പറയോ? എടി, ഭ്രാന്തില്ലാന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നതിന് ശേഷമല്ലേ അനിയുമായിട്ടുള്ള വിവാഹം നടന്നത്. അതുകൊണ്ട് ആ കാര്യം ഒന്നും ഓർത്ത് പേടിക്കണ്ട. പക്ഷെ ആ നവീൻ വക്കീല ആള് എന്തൊക്കെ കോടതി വിളിച്ചു പറയുമെന്ന് അറിയത്തില്ല. അവൻ എന്ത് വേണം വിളിച്ചു പറഞ്ഞോട്ടെ. അച്ഛാ, എന്നെ നാണം കെടുത്താനാണോ വീണ്ടും? എന്റെ മോളെ, നീ നാണം കെടാനൊന്നും പോകുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്കുക. കോടതി നാളെ ഉറപ്പായിട്ടും അവനിട്ട് പണി കിട്ടും. ഡിവോഴ്സ് കൊടുക്കണമെങ്കിൽ പൈസ കിട്ടാതെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരു 2-3 കോടി ഇങ്ങനെ തരുമായിരിക്കില്ലേ? തരണമല്ലോ, എങ്കിൽ മാത്രമേ നമ്മള് ഡിവോഴ്സിന് സമ്മതിക്കത്തുള്ളൂ. മോള് ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെയൊന്നും നമ്മള് വീണു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നീട് കനയും ഗോവിന്ദനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കന ഗോവിന്ദനോട് പറഞ്ഞു, ഗോവിന്ദേട്ടാ, പെണ്ണിനെ മാത്രം മതിയെന്ന് നവീൻ മോൻ പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ലോ, നമ്മൾ ഇറക്കി വിടുമ്പോ എന്തേലും കൊടുക്കണ്ടേ? അത് ശരിയാ, നമ്മുടേതായ രീതിയിൽ എന്തേലും കൊടുക്കണം. കാരണം നരസിംഹ സാറിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അത്ര വലിപ്പമുള്ള കുടുംബമല്ലേ. നമ്മള് അവരെ ചെറുതാക്കാൻ പാടില്ലല്ലോ. പിന്നെ കല്യാണക്കാര്യത്തെക്കുറിച്ചൊന്നും ഓർത്ത് പേടിക്കേണ്ടെന്ന് ആദർശ് മോനും അതുപോലെ മൂർത്തി സാറൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പക്ഷെ നമ്മളെങ്ങനെ അവരുടെ സഹായം തേടുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? നമ്മുടെ മോളെ ഇറക്കി വിടാനായിട്ട് നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. കോയെന്ന് പറഞ്ഞു, അത് ശരിയാ കനകെ, നമുക്ക് നോക്കാം. എന്താണെങ്കിലും അധികം താമസിക്കാതെ തന്നെ നവീൻ മോൻ വീട്ടുകാരെയും കൂട്ടിക്കൊണ്ട് വരുമായിരിക്കും. എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. അപ്പോഴാണ് നന്ദുവിന്റെ വരവ്. നന്ദു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ ചോദിച്ചു, എന്താ മോളെ നീ ഇത്ര വൈകിയത്? അതെ, അഡീഷണൽ ഡ്യൂട്ടിയും കൂടെ ഉണ്ടായിരുന്നു വെച്ചാന്ന് പറഞ്ഞു. നിന്റെ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പം നിന്റെ നവീൻ മോന്റെ വിവാഹത്തെക്കുറിച്ച് കണക്കി ഇത് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോ നന്ദുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അതെ, രാവിലെ ഞാൻ ജോത്സ്യരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ജാതകം തമ്മിൽ നോക്കി നല്ല പൊരുത്തമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കുമെന്നൊക്കെ ജോത്സ്യർ പറഞ്ഞ്. അത് കേട്ടപ്പോ നന്ദുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അപ്പോഴേക്കും കനക പറഞ്ഞു, നീ എന്താ നന്ദൊന്നും മിണ്ടാത്തേ? അമ്മേ, അമ്മ വെറുതെ ഇങ്ങനെ ചാടിക്കയറി ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഗോവെന്നും പറഞ്ഞു, അതെന്ത് വർത്താനം മോളെ നീ പറയണത്? അച്ഛാ, നവീനന്റെ വീട്ടുകാർ ഇതുവരെ ആലോചനയായിട്ട് വന്നിട്ടില്ല. അത് മാത്രല്ല, നവീനന്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ. അവർക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമില്ല. ഇഷ്ടമില്ലാത്ത സാഹചര്യത്തില് അമ്മ ഇങ്ങനെ എടുത്തടിച്ചൊരു തീരുമാനമൊന്നും എടുക്കണ്ട. അവര് സമ്മതം പറഞ്ഞിട്ട് പോലും ഇല്ല. അവർക്ക് എന്നെ കാണുന്ന പോലും ദേഷ്യമാ. അതുകൊണ്ട് അമ്മ ഒന്നും മര്യാദക്കിരിക്കുക. അതും പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് കയറിപ്പോയി. കനയ്ക്ക് ഭയങ്കര സന്തോഷം. കണ്ടില്ല ഗോവിന്ദേട്ടാ, അപ്പൊ അവൾക്ക് നവീൻ മോനോട് ദേഷ്യമൊന്നുമില്ല. നവീന്റെ അമ്മ സമ്മതിക്കാത്തോണ്ടുള്ള സങ്കടം അവൾക്ക്. ഒരുപക്ഷെ അമ്മ സമ്മതിക്കാത്തോണ്ടായിരിക്കും അവള് നമ്മളോട് മറുപടി ഒന്നും പറയാത്തെ. നവീൻ മോന്റെ അമ്മയും കൂടെ സമ്മതിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അവള് നവീന് ഇഷ്ടമെന്നുള്ള കാര്യം നമ്മളോട് പറയുമല്ലേ എന്ന് ചോദിച്ചു. ഗോവിന്ദൻ പറഞ്ഞു, അത് ശരിയാ, അത് എനിക്കും തോന്നുന്നുണ്ട് എന്ന് ഗോവിന്ദനും പറയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ അനി ആകപ്പാടെ സങ്കടത്തിലിരിക്കുമ്പോഴത്തേനും നയനെ ആദർശം കൂടെ വരുന്നേ. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനി ചോദിച്ചു, എന്തായ കാര്യങ്ങള്? എടാ, നിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനും ഞങ്ങള് നന്ദുവിന്റെ വീട്ടിൽ പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ആ കാര്യം സംസാരിക്കാൻ പറ്റിയില്ല. അപ്പം ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകത്തില്ല.
ഡിവോഴ്സും നടക്കത്തില്ല, നന്ദുവായിട്ടുള്ള വിവാഹം നടക്കത്തില്ലേ. നയന പറഞ്ഞു, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ അനി. പിന്നെ സങ്കടപ്പെടാതെ എന്ത് ചെയ്യും? നാളെ കോടതിയിൽ എന്താണെങ്കിലും ഡിവോഴ്സ് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാ. എടാ അതെങ്ങനെ നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? നവീന് നല്ലൊരു വക്കീലല്ലേ? നല്ലൊരു വക്കീലൊക്കെ തന്നെയാണ്. പക്ഷെ അവൻ എനിക്ക് ഡിവോഴ്സ് തരാൻ സമ്മതിക്കില്ലെന്ന് തന്നെ എന്റെ മനസ്സ് പറയണത്. നയന പറഞ്ഞു, എടാ നീ ഇങ്ങനൊന്നും പറയരുത്. നന്ദുവിന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ആയിട്ടുള്ള ആലോചന വന്നു കഴിഞ്ഞപ്പോ വീട്ടിലുള്ളവരെല്ലാം നല്ല സന്തോഷത്തിലാ. ഇപ്പൊ നന്ദുവിനാണെങ്കിലും ശരി, എതിർത്ത് പറയാനൊന്നും പറ്റില്ല. കാരണം നവീന്റെ സ്വഭാവം അത്ര നല്ലതാണ്. ഈ കുടുംബത്തെ ആണെങ്കിൽ തന്നെ എത്ര തവണ രക്ഷിച്ച അവന്. അപ്പൊ അതിന്റെ ഒരു നന്ദിയും കടപ്പാടും ഒക്കെ നമുക്കില്ലേ. നന്ദുവിനാണെങ്കിലും അങ്ങനെ ഒരു കടപ്പാടും കാര്യങ്ങളും ഒക്കെ തോന്നും. ഈ കുടുംബത്തിലേക്ക് വരാനായിട്ട് നന്ദുവിന് റെസ്ട്രിക്ഷൻസ് കുറെ ഉണ്ട്. പക്ഷെ എങ്കിൽ അങ്ങനെയല്ല നവീന്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോഴേക്കും അനു പറഞ്ഞു, പിന്നെ നവീന്റെ അമ്മ അതിനെ സമ്മതിച്ചിട്ട് പോലുമില്ല, പിന്നെയാണോ? എടാ അതൊക്കെ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് എതിർപ്പൊന്നും പറയാൻ പറ്റില്ല. ഓഹോ, അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എനിക്ക് ഒന്നും കിട്ടില്ല എന്നുള്ള അർത്ഥം. ഞാനേ നന്ദുവിന്റെ ഇഷ്ടമാന്നുള്ള കാര്യം ഞാൻ നിങ്ങളോടെല്ലാം നേരത്തെ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് അറിയാവോ? അനാമ്മയുടെ വിവാഹം അത് നടക്കുന്നതിന്റെ തലേ ദിവസമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറഞ്ഞെന്താ നേരത്തെ പറയാത്ത എന്താന്ന്? അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നേരത്തെ നിങ്ങളോട് പറഞ്ഞേ. എന്നിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഞാൻ സംസാരിക്കുന്ന വെറുതെ അല്ലേ? ആദർശ് പറഞ്ഞു, നീ ഒന്ന് സമാധാനപ്പെട്. എന്നാൽ നവീനെ എതിർക്കാണെന്ന് ഞങ്ങൾക്കും പറ്റത്തില്ല. അവൻ എന്താളും കോടതിയിൽ നിനക്കെതിരായിട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്കൊന്നും അതിനെക്കുറിച്ച് അറിയത്തില്ല എന്നിട്ടോ അതും പറഞ്ഞിട്ട് അതിന് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറിപ്പോയി. പിന്നീട് നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നാളെ കോടതിയിലെ കാര്യം ഓർത്തിട്ട് നിനക്ക് എന്താടാ നവീന എന്നെ വിശ്വാസമില്ലേ? അവന് എനിക്ക് ഡിവോഴ്സ് ഒന്നും വാങ്ങി തരാൻ പോകുന്നില്ല. എടാ അത് നാളെ കോടതി കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. നീ ഇങ്ങനെ വെറുതെ ഓരോന്നും മനസ്സിലോർത്ത് ഓരോന്നും ഇങ്ങനെ പറയല്ലേ. അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള്. എടി നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ നവീന്റെ സ്വഭാവം. എടാ നീ വെറുതെ മനക്കോട്ട കെട്ടേണ്ട കാര്യമൊന്നുമില്ല. എടി നിനക്ക് നാളെ രാവിലെ ഒന്ന് വരാൻ പറ്റുമോ? എന്തിന്? ക്ഷേത്രത്തിൽ പോകാനാ? ഓ, ഇങ്ങനെ മനസ്സുള്ളവന്റെ കൂടെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഓ, അപ്പൊ പിന്നെ നിനക്ക് ആരുടെ കൂടെ പോകാനാ? അവന്റെ കൂടെ പോകാനാണ് താല്പര്യം, ആ നവീന്റെ കൂടെ. ഈ അനിയുടെ ഒരു കാര്യം. ശരി, ഞാൻ നോക്കട്ടെ വരാൻ പറ്റുമോന്ന്. എങ്കിൽ രാവിലെ തന്നെ വരണം കേട്ടോ. എനിക്കൊരു സമാധാനം ഇല്ലാത്തോണ്ടാ. അങ്ങനെ അനി ഒടുവിൽ പോയിട്ട് എന്ത് ചെയ്തു? ഒന്ന് ടോസ് ഇട്ട് നോക്കാന്നൊക്കെ കരുതി. ഈ വിവാഹം നടക്കുമല്ലോന്ന്. ഒടുവില് വിവാഹം നടക്കില്ല എന്നുള്ള പേപ്പർ കിട്ടി കഴിഞ്ഞപ്പോ എനിക്ക് ആകെപ്പാടെ വിഷമമായി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ദൈവമേ, അപ്പൊ തന്റെ ജീവിതം തീർന്നു എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു അനിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.